അങ്ങനെ കുടുംബത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ചേട്ടൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊലയാളി ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാ? ഗോപാൽജി. ഗോപാൽജി. അമ്മയ്ക്കത് മനസ്സിലാക്കാൻ ഇത്രയും സമയമെടുത്തോ? വേറെ ആർക്കെങ്കിലും വേണ്ടി ഗിരിയേട്ടനൊരു കൊലപാതകം ആക്സിഡന്റ് ആക്കി മാറ്റാൻ ശ്രമിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എത്ര കൊല്ലം അകത്ത് കിടക്കേണ്ടി വരുന്ന കേസാണെന്ന് അറിയാവോ? ആദ്യം ശങ്കരേട്ടൻ, ഇപ്പൊ എന്റെ മോനും ഗോപാൽജിക്ക് വേണ്ടി ജോലി ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ കുറ്റവാളിയാവും. അതാണ് സത്യസന്ധതയും ആത്മാർത്ഥതയും കൂടിയാലുള്ള പ്രശ്നം. എല്ലാരും ഉപയോഗിച്ച് വലിച്ചെറിയും. എന്നാലും ഗോപാൽജി എന്തിനായിരിക്കും മാധവനെ കൊന്നത്? സഞ്ജുവേട്ടനെ രക്ഷിക്കാനായിരിക്കും. മാധവൻ മരിക്കുന്ന സമയത്ത് സഞ്ജുവേട്ടനെതിരെ ഏതോ ഒരു കേസ് അന്വേഷിക്കുമായിരുന്നില്ലേ? മാധവൻ മരിച്ചതിനു ശേഷം ആ പെൺകുട്ടി കോടതിയിൽ മൊഴി മാറ്റിയപ്പോ സഞ്ജുവേട്ടൻ രക്ഷപ്പെട്ടു. അപ്പോ സഞ്ജുവിന് മാധവന്റെ മരണത്തെപ്പറ്റിയുള്ള സത്യമെല്ലാം അറിയായിരിക്കും അല്ലേ? അതുറപ്പല്ലേ. അതുകൊണ്ടായിരിക്കും അവൻ പീതാംബരം വീട്ടിൽ വന്നു എന്ന് പറഞ്ഞപ്പോ പേടിച്ചത്. നീ സത്യമെല്ലാം മനസ്സിലാക്കിയ വിവരം സഞ്ജുവിന് അറിയാമോ? ഏയ്, അതൊന്നും അവൻ ഒരിക്കലും അറിയാതിരിക്കുന്നതാ നല്ലത്. ഒരു പോലീസുകാരനെ ഒരു മടിയും കൂടാതെ കൊല്ലാൻ തയ്യാറായ ഗോപാൽജിക്കെതിരെ നീ എങ്ങനെ പിടിച്ചു നിൽക്കാനാ മോളെ? ഒരു കൊലയാളിയുടെ വീട്ടിലേക്ക് അറിഞ്ഞുകൊണ്ട് കയറണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്നെ അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ എങ്ങനെയാ മോളെ സമാധാനമായിട്ടിരിക്കുക? ഗോപാൽജിയെ പോലെ കാശുണ്ടാക്കിയ ആളുകളെല്ലാം ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തു കാണും. ഞാനോ ഒന്നും അറിയാത്ത നിഷ്കളങ്കയായ ഒരു മണ്ടിയാണെന്ന് അവനും അവന്റെ കുടുംബവും കരുതുന്നതാ എനിക്ക് നല്ലത്. അവരെന്നൊരു ഭീഷണിയായി കണക്കാക്കാത്തിടത്തോളം ഞാൻ സേഫാ. ആ വീട്ടിൽ കയറി കൂടിയിട്ട് സാധിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ച ചില ലക്ഷ്യങ്ങളുണ്ട്. അതെന്ത് വില കൊടുത്ത് നേടിയെടുക്കണം.